ഉറക്കക്കുറവ് നമ്മൾ ഇത്തരം പനികൾക്കും മറ്റുള്ള അസുഖങ്ങൾ വരാനൊക്കെ എന്തിനു സ്വാധീനമുണ്ടോ ഡോക്ടറെ? ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈറൽ ഫീവർ നമ്മൾ എത്ര നിസ്സാരാണെന്ന് പറഞ്ഞാലും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര സിംറ്റംസ് ആയിരിക്കും. ഈ വൈറൽ ഫീവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റമാണ് മയാൽജിയ, മസിൽ പെയിൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മയാൽജിയ, അതുപോലെ ആർത്രാൽജിയ, അതായത് സന്ധിവേദന, ശരീരവേദന, തലവേദന. ഇത് നമ്മൾ ഡോക്ടർ വന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഫർദർ കോംപ്ലിക്കേഷൻസിൻ്റെ വിഷയത്തിലാണ് ഡോക്ടർ. അഥവാ ഈ അസുഖം സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെത്താനെ മാറും എന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത്. പക്ഷേ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങുക എന്നുള്ള മൗലികമായ അവകാശമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വൈറൽ പനി ഒരു ഉറക്കം കൊല്ലി തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ ഉറക്കം കൊല്ലിയാണെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം കൃത്യമായ വിശ്രമം ഇല്ല എന്നുള്ളതാണ്. വിശ്രമം കൂടിപ്പോകാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിലും ഉറക്കം ഒരു പ്രശ്നമാണ്. ബി പിയുടെ വിഷയത്തിൽ നോക്കിയാലും ഉറക്കം ഇല്ലാത്ത ആളുകൾക്ക് ബി പി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സ്ട്രോക്കിൻ്റെ വിഷയത്തിലും ഒക്കെ കൃത്യമായ പഠനങ്ങൾ കാണാൻ കഴിയും. ഉറക്കക്കുറവ് കൊണ്ട് ഈ പറയുന്ന പ്രശ്നം. അപ്പോൾ ഉറക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. വൈറൽ പനികളിൽ ഈ പറയുന്ന ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ഉറക്കം നഷ്ടപ്പെടാം. പക്ഷേ വൈറൽ പനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന വിഷയത്തിലേക്ക് കയറിപ്പോണ്ട ആവശ്യമില്ല. വൈറൽ പനിയുടെ കേസിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അത് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും പേഷ്യൻസിന് അതിൽ ആശങ്കയുണ്ട്. അതിനൊരു പക്ഷേ, അതായത് വളരെ തീവ്രമായ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർ, ഷുഗറോ ബി പി ഒക്കെ ഉള്ള ആൾക്കാർ അത്തരം കേസുകളിൽ വൈദ്യസഹായം തേടണം. ഈ പൊതുവെ ഫോണിൽ രാത്രി ഒരുപാട് വൈകി ഫോണിലങ്ങനെ എൻഗേജ്ഡായി നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പനിയൊക്കെ ഉള്ള സമയത്ത് അവർ ഉറക്കം മിസ്സായി പോകും. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റഷാണ്. ഇവർക്കൊരു ബ്രേക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പനികൾ വരുമ്പോഴാണ്. എപ്പോഴായിരിക്കും ഒരു പഴയ കൂട്ടുകാരൊക്കെ തപ്പിയെടുക്കുന്നതും പഴയ റീലുകളൊക്കെ കാണുന്നതും ഒക്കെ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറൽ ഫീവർ നമ്മൾ സിമ്പിളാണെന്ന് പറയുമ്പോഴും നിർജ്ജലീകരണം പോലുള്ള, അതായത് ജലാംശം ശരീരത്തിൽ കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൃത്യമായ റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഈ പനീനെ കോംപ്ലിക്കേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും, ഈ ജലദോഷപ്പനി വന്ന ആൾ കൃത്യമായി റെസ്റ്റ് എടുക്കാതെ, കൃത്യമായി ഉറങ്ങാതെ, കൃത്യമായി വെള്ളം കുടിക്കാതെ ആയി 3-4 ദിവസം കഴിയുമ്പോൾ അതൊരു കഫക്കെട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ശ്വാസകോശത്തിൽ കഫം നിറയുന്നു, കഫത്തിൽ മഞ്ഞ നിറം വരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അനാവശ്യമായ അലച്ചിൽ അല്ലെങ്കിൽ റെസ്റ്റില്ലായ്മ, ഇതാണ് ഇവർക്കൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് അവരെ എത്തിക്കുന്നത്.